നമ്മുടെ രക്ഷകനും കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവുമായി ബന്ധപ്പെടുവാനും ദൈവികമായ ബന്ധം നിലനിർത്തുവാനും തുടർന്ന് കൊണ്ടുപോകുവാനും നമുക്കുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് ഒന്ന് പ്രാർത്ഥനയിലൂടെ, രണ്ട് കൂട്ടായ്മയിലൂടെ, ആരാധനയിലൂടെയാണ് ദൈവികമായ ബന്ധം നമുക്ക് നിലനിർത്തുവാനും ആ ബന്ധം വർദ്ധിപ്പിക്കാനും ഊട്ടിയുറപ്പിക്കാനുമൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണം പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും കൂട്ടായ്മയിലൂടെയുമാണ്. നാം ദൈവവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ കൂട്ടായ്മകൾ എങ്ങനെ ആയിരിക്കണം എന്നത് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ നമുക്കിങ്ങനെ കാണുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വളരെ സുപ്രധാനമായ 3 കാര്യങ്ങളാണ് അപ്പോസ്തലനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. 2, അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. അപ്പം നാം ദൈവവുമായി ബന്ധപ്പെടുവാൻ നാം ആയിരിക്കുന്ന നമ്മുടെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളാരുമല്ല അതിൻ്റെ നായകത്വം വഹിക്കുന്നത്. ഇതിൻ്റെ പ്രധാന നായകൻ, പ്രധാന ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ അതിൻ്റെ യഥാർത്ഥ ഓണർ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത് യേശു ക്രിസ്തുവാണ്. ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ കൂട്ടായ്മ, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആ വിളിയാണ് നമ്മെ ദൈവിക കൂട്ടായ്മകളിലേക്ക് അടുപ്പിക്കുന്നത്. ആ കൂട്ടായ്മയാണ് നമ്മൾ ആത്മീകമായ നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ആത്മീകമായ പ്രചോദനം ലഭിക്കുന്നതും അതിനുപരിയായി നമുക്ക് ലഭിക്കുന്ന ദൈവികമായ പ്രത്യാശ ഒക്കെ നമുക്ക് നിലനിർത്തുവാനും ആ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാനും, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുവാനുമൊക്കെ നമ്മളെ മെനഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു മാധ്യമമാണ്, അവസരമാണ് ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ ദൈവിക കൂട്ടായ്മ നമ്മെ ദൈവത്തോടടുപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവികമായ കൂട്ടായ്മകൾ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നു. ആകയാൽ ദിവസങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്ന, നാം ആയിരിക്കുന്ന ദൈവിക കൂട്ടായ്മകൾ, ഒന്ന്, അതിൻ്റെ നേതൃത്വം ആരാണ്? 2, അത് ആരുടെ കൂട്ടായ്മയാണ്? ഈ ലോകത്തിൻ്റെ വ്യക്തിത്വങ്ങൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടിയുള്ള കൂട്ടായ്മയല്ല, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം.